ഹിമപാതത്തിൻ്റെ കൊടുന്തണുപ്പിൽ കനൽ കണ്ണുകൾ ഒളിഞ്ഞിരിക്കണം. കഴുകൻ കണ്ണുകൾക്ക് നേരെ പ്രതിരോധത്തിൻ്റെ തീക്കാറ്റടിക്കണം. ഞാൻ ധൻബാദ് വിട്ടു. ഗംഭീരമായിരിക്കും സഖാവേ. ഈ വാചകങ്ങളൊക്കെ എങ്ങനെ കിട്ടണേ? ഞാനൊന്ന് എഴുതിയെടുത്തോട്ടെ. പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉൾക്കരുത്തുണ്ടെങ്കിൽ അഗ്നി പോലെ അക്ഷരങ്ങൾ നിന്നിൽ നിന്ന് മുതിർന്നു വീഴും. നമുക്കിപ്പോൾ ഇതുപോലെ, ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാം. എനിക്കൊന്നു മതി. എടാ, ഇത് മുഴുവൻ അക്ഷരത്തെറ്റല്ലേ? സഖാവ് ഇത് കാണണ്ട. സഖാവണ്ട വഴക്ക് പറയില്ലേ? എടാ, മലയാളം എഴുതാൻ അറിയാത്തത് എനിക്ക് എങ്ങനെയാടാ മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്? ചേച്ചി എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ? എന്താടാ സീനേച്ചി, മലയാളമാണോ തമിഴാണോ മാതൃഭാഷയെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമമായ വട്ടവടയിലാണ് ജനനം. തേയിലത്തോട്ടത്തിൽ പണിക്കായി കുടിയേറി വന്നവരാണ് എൻ്റെ പൂർവികർ. ഞങ്ങളിപ്പോഴും ആ പൂർവികരുടെ പഴയ അവസ്ഥയിൽ തന്നെയാണ്. അത് തണുത്തിട്ടുണ്ടാവും, നീ അതവിടെ വെക്ക്. ഞാൻ ചൂടുള്ളത് വേറെ കൊണ്ടുവരാം. ചേച്ചി, വിശന്നു പൊരിയുമ്പോൾ ചൂടോ തണുപ്പോ ഒന്നും ആരും നോക്കാറില്ല. കിട്ടുന്നത് കഴിക്കും. ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ വെള്ളത്തിലിട്ട് വെച്ച ചോറ് 2-3 ദിവസം കഴിഞ്ഞ് ഉപ്പും കൂട്ടി കഴിച്ച് ശീലമായതാ. അപ്പോഴാ ചൂടും തണുപ്പും. മോനെ, നീ ഈ കറികളെല്ലാം കൂട്ടി കഴിക്ക. എന്തിനത്രയും കറികളൊക്കെ ചേച്ചി? ഇത്രയും കറികളൊക്കെ കൂട്ടി കഴിക്കുന്നത് ഞാനിപ്പോൾ ഭാഗ്യവാനാ. പക്ഷേ എന്ത് പറ്റിയടാ? ഹോസ്റ്റലിൽ എൻ്റെ കൂട്ടുകാരൊക്കെ പട്ടിണിയായിരിക്കും ചേച്ചി. എല്ലാരും പാവങ്ങളാ, ഒന്നും കഴിച്ചു കാണില്ല. നീ ഇപ്പൊ ഇത് കഴിക്ക. ഞാൻ നാളെ അവർക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി നിന്റെ കയ്യിൽ തന്നുവിടാം, പോരെ? ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കോളേജിലെ ഈ വർഷത്തെ NSS സെക്രട്ടറിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന അജണ്ട. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആരായാലും ആ വിദ്യാർത്ഥി ഉത്തരവാദിത്വത്തോടുകൂടി അതിലുപരി ആത്മാർത്ഥമായും സംഘടനയിലെ എല്ലാവരെയും നയിക്കാനും നിയന്ത്രിച്ചു കൊണ്ടുപോകാനും കഴിവുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ഒരാളെ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. മിസ്സേ, ഞങ്ങൾക്കൊരു നോമിനി ഉണ്ട്. അത് മറ്റാരും അല്ല, നമുക്കിടയിലെ സീനിയർ സ്റ്റുഡൻ്റായ മുഹമ്മദ് നിയാസാണത്. സീനിയോറിറ്റി ഒന്നല്ല എല്ലാത്തിൻ്റെയും മാനദണ്ഡോ, കഴിവാണ്. അങ്ങനെ ആകുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം അഭിമന്യാണ്. ഇത്രയും സീനിയേഴ്സോട് ഇരിക്കുമ്പോൾ ഇന്നലെ ഒന്നൊരാൾ NSS സെക്രട്ടറി ആവാന്ന് പറഞ്ഞാൽ നടക്കില്ല. പ്രായത്തിലല്ലല്ലോ ഏട്ടന്മാരെ കാര്യം, പക്വതയിലാ. അത് നിങ്ങളിലൊന്നും ഞങ്ങൾ കാണുന്നില്ല. പക്വത സൈലൻസ്. അതിന് ഇനിയൊരു തർക്കം വേണ്ട. എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കേണ്ട സംഘടനയാണ് NSS. അതിനൊരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് ഇനി നമുക്ക് വോട്ടിങ്ങിലൂടെയാവും. എന്താ? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നിയാസിനെ അനുകൂലിക്കുന്നവർ ഒന്ന് കൈപ്പൊക്കിക്കേ. ഇനി അഭിമന്യുവിനെ അനുകൂലിക്കുന്നവർക്ക് കൈപ്പൊക്കാം. ഇത്രയും വിദ്യാർത്ഥികളുടെ പിന്തുണ ലഭിച്ച അഭിമന്യുവിനെ ഈ വർഷത്തെ NSS സെക്രട്ടറിയായി ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നു. സൈലൻസ്. ഈ വർഷം വലിയൊരു സഹവാസ ക്യാമ്പോടെ നമ്മുടെ NSS പ്രവർത്തനം ഊർജിതമാക്കുന്നു. അതിനുള്ള പ്രദേശമായി നമ്മൾ പറഞ്ഞു മാത്രം കേട്ട് വട്ടവട എന്ന സ്ഥലം തന്നെ ആകട്ടെ എന്നും വിചാരിക്കണം. എന്താ? ഇനി നമ്മുടെ പുതിയ സെക്രട്ടറി നിങ്ങളോട് സംസാരിക്കും. അഭി, താങ്ക് യു മിസ്. പ്രിയ ഗുരുക്കന്മാരെ, എൻ്റെ കൂട്ടുകാരെ,
അപ്രതീക്ഷിതമായി എനിക്കിങ്ങനൊരു സ്ഥാനവും അതിലുപരി എൻ്റെ ഗ്രാമമായ വട്ടവടയിലേക്ക് ഒരു സഹവാസ ക്യാമ്പും നിശ്ചയിച്ചതിന് ആദ്യമേ നന്ദി പറയട്ടെ. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ എന്നിൽ അർപ്പിതമായ കർത്തവ്യം അതിൻ്റെതായ ഉദ്ദേശശുദ്ധിയോടെയും ഉത്തരവാദിത്തത്തോടെയും കൃത്യതയോടെയും നിർവഹിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഒപ്പം നിങ്ങളെല്ലാവരെയും എൻ്റെ വട്ടവടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ് ഓജി. മിസ്സേ എന്താ ഓജി? ആ എനിക്കറിയില്ല. സന്തോഷം വരുമ്പോഴൊക്കെ അവൻ പറയുന്നതാ ഈ ഓജി. ഓ ഞാൻ പറഞ്ഞില്ലായിരുന്നു മിസ്സേ, മിസ്സിനൊരു ദിവസം എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെ മിസ്സിന് നാടിഷ്ടായോ? എന്ത് ഭംഗിയാ നിന്റെ ഈ വട്ടവട. പക്ഷെ അഭി, എന്താ മിസ്സേ, വീടൊന്നും ഇഷ്ടായില്ലേ? എനിക്ക് ഇപ്പോഴും വിശ്വാസമാവണില്ല. ആ ഒറ്റമുറി വീട്ടിൽ നിങ്ങൾ 5 പേര് എങ്ങനെയാ കഴിയണേന്ന്. ടീച്ചറെ, അഭിമന്യുവിന് പുഞ്ചിരിക്കുന്ന മുഖം മാത്രമേ ക്യാമ്പസും ടീച്ചറും എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനുള്ളിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഒരു വീട്, കഷ്ടതയും യാതനകളും പട്ടിണിയും എല്ലാം കൂടി തകർത്തെറിയുന്നൊരു ചങ്കടിപ്പുള്ളൊരു ഹൃദയമുണ്ട്. ആരോടും ഒന്നും പറയാതെ ഞാനതങ്ങനെ കൊണ്ടു നടക്കുക. എന്തെങ്കിലുമൊക്കെ ശരിയാവുന്ന. ഒക്കെ ശരിയാവണം. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. നീ പഠിച്ചു മിടുക്കനാവണം. നീ ആഗ്രഹിച്ച പോലെയൊക്കെ നടക്കും. ചിന്നമ്മ, കാശി എങ്കേ? അവന് സ്കൂളിൽ സമ്മാനമൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. എവിടെ? മോനെ, അവന് 2 നാളായി നല്ല ജ്വരം. ഉള്ളേ പടുത്തിട്ടേ ഇருக்கு. കടവുളെ, കാശി, കാശി, കാശി വാ. അബി, അമ്മ, എന്നാச்சு? ശീഘ്രം ഹോസ്പിറ്റൽ പോണമ്മ. என் புள்ளைக்கு என்னாச்சு? கடவுளே, என் புள்ளைக்கு என்னாச்சு? அபி, நான் இப்ப கூட அவன்கிட்ட பேசுறேன். கடவுளே, என் புள்ளைக்கு காப்பாத்துங்க. அபி, என் புள்ளைக்கு என்ன அபி? அபி, இங்க பாரு. അണ്ണാ, சீக்கிரம் ஹாஸ்பிட்டல் ശീഘ്രം ഹോസ്പിറ്റൽ പോകണം അണ്ണാ. പ്ലീസ് അണ്ണാ. പിടിച്ചോ, പിടിച്ചോളെ. കാശി, സാറേ, ഒരു എമർജൻസി കേസുണ്ട്. മോൻ്റെ തലച്ചോറിലേക്ക് അണുബാധ വന്നായി തോന്നുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടുന്ന് പ്രൈമറി ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളത് ചെയ്യാനുള്ള സ്പെഷ്യലിസ്റ്റ് സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. കൂടുതൽ ആലോചിക്കാനുള്ള സമയവുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരും. പേടിക്കാനൊന്നുമില്ല, ഡോക്ടർ നോക്കുന്നുണ്ടല്ലേ, നിങ്ങൾ വിഷമിക്കില്ല, ഒക്കെ ശരിയാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാശിക്ക് ജ്വരം കുറച്ച് ജാസ്തിയാ ഇருக்கு. പെരിയൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം. കാശ് അതോ തീർക്കാം. വണ്ടി വേണം. ഹലോ ഹലോ, അനാമിക, ഞാനൊരു ആവശ്യത്തിനാണ് വിളിച്ചത്. നമ്മുടെ
ആശയ്ക്ക് അത്യാവശ്യമായിട്ടൊരു ഓപ്പറേഷൻ വേണം. ഇപ്പോൾ ഹോസ്പിറ്റൽ ICUല. ആണോ? ഏത് ഹോസ്പിറ്റലാ? എത്ര രൂപ വേണ്ടി വരും? ഏതായാലും ഞാൻ ഡാഡിയോട് ഒന്ന് സംസാരിക്കട്ടെ. ഓക്കെ. ഡാഡി. എന്താ മോളെ? ഡാഡി, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 40,000 രൂപ വേണം. കോളേജിൽ എൻ്റെ സുഹൃത്തിൻ്റെ അനിയന് വളരെ സീരിയസാ. ഹോസ്പിറ്റലിൽ കെട്ടാൻ പണമില്ല. പാവങ്ങളാ. കാശി എന്നാ പേര്. നന്നായി പാടുന്ന കുട്ടിയാ ഡാഡി. 40,000 രൂപ. എൻ്റെ മോളി പൊതുസേവനം ഒന്ന് നിർത്ത്. എൻ്റെ കയ്യില്ല നിനക്കിങ്ങനെ കണ്ടവർക്കൊക്കെ എടുത്തെറിഞ്ഞു കൊടുക്കാൻ. ദേ, നിനക്ക് ഈ കാശിൻ്റെ വില അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഡാഡി പ്ലീസ്, കോളേജിൽ എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാൾക്കാ. അവരിപ്പോൾ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയില്ല. ഉടനെ ഒരു ഓപ്പറേഷൻ വേണം. അതിന് വേണ്ടിയാ. ഹലോ, ഞാനിപ്പോൾ വിളിക്കാം. ഡാഡി പ്ലീസ്. ഡാഡി പ്ലീസ് ഡാഡി, എൻ്റെ ആവശ്യമെന്ന് കരുതി ഡാഡി എനിക്ക് തരണം. മോളെ, ആവശ്യം ആരുടേതാണെങ്കിലും അത് അനാവശ്യമാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് തരില്ല എന്ന് പറഞ്ഞത്. ഡാഡി, ജീവിതത്തിൽ എന്തെങ്കിലും ഡാഡി എനിക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്തു തരണം. മറ്റൊന്നും ഞാൻ ഡാഡിയോട് ആവശ്യപ്പെടില്ല. സ്നേഹത്തോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടോ? എനിക്ക് അവനെ സഹായിച്ചേ പറ്റൂ ഡാഡി.